6000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. ഇവർക്ക് സിബിൽ സ്കോറിന്റെ എന്തോ സിബിൽ സ്കോർ കുറവായിരുന്നു എങ്കിലും നമ്മൾ അത് റെഡിയാക്കി കൊടുത്തു. എന്താണെങ്കിലും നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ സിബിൽ സ്കോർ കുറവാണെന്ന് കൊടുക്കുന്നത്. അപ്പൊ ചില ആൾക്കാർ കമന്റ് എടുത്തുണ്ട് വെറുതെ ആണെന്ന്. നമ്മൾ ഓഫറിലൂടെ ഏറ്റവും റേറ്റ് കുറച്ചാ പറഞ്ഞത്. നമ്മൾ തന്നെ കുറെ വണ്ടികൾ ആക്റ്റീവ ചാകരയുള്ള ഞാൻ പറയുന്നത് എല്ലാ കളർ വണ്ടികളും കുറച്ച് പ്രീമിയം വണ്ടികൾ ബുള്ളറ്റുകളെല്ലാം നമുക്ക് ചാകര ഡിയോ ചാകര പിന്നെ ആക്റ്റീവ ചാകര നിങ്ങൾ വന്നാൽ മതി. നിങ്ങൾക്ക് ഏത് സ്കൂട്ടർ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. നമുക്ക് ബൈക്കിലേക്ക് അടക്കം മൈലേജ് വണ്ടികളും ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്, ബുള്ളറ്റ് ഒക്കെ ഇരിപ്പുണ്ട്. വരാം കാണിക്കാം. വീണ്ടും സ്പെൻഡർ ഉണ്ടല്ലോ. സ്പെൻഡർ പിന്നെ 2000 വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം 5000 കിലോമീറ്റർ വെറും 5000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഈ വണ്ടി നമ്പർ പ്ലേറ്റ് ഒക്കെ ചെറിയൊരു മങ്ങിയതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി തരാം. നല്ല ക്ലീൻ വണ്ടിയാണ്. വന്ന് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. 1 2 3 220 ഇരിക്കുന്നുണ്ട്. ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ തണ്ടർബേർഡ് 18 മോഡൽ തണ്ടർബേർഡ് 350 ആണ്. ഇത് വണ്ടി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വണ്ടിയുടെ എല്ലാ പാർട്സും പുതിയത് തന്നെയാണ്. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ അജാസ്. അപ്പോൾ ഒരു യൂസ്ഡ് ബൈക്ക് ഷോറൂമിന്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ എവിടെയല്ല, എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ ഏറ്റവും അധികം വണ്ടികൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ് അല്ലേ? അല്ലേന്ന് ചോദിക്കുന്നത് ആയോടാ വാങ്ങട് ആശ്രയിക്കുക. ഹൈക്മാർട്ട് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിൽ ഞാനിപ്പോൾ ഉള്ളത്. എൻ്റെ ഇപ്പം വീഡിയോയിലുള്ളത് ആശ്രയിക്കുകയാണ്. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് എന്ന് പറഞ്ഞേ. നമ്മുടെ എറണാകുളത്താണ്. എറണാകുളം കലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെ, മെട്രോയുടെ പില്ലറിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. മെട്രോ പില്ലർ നമ്പർ 550. സ്റ്റേഡിയത്തിന്റെ അടുത്ത് തന്നെ വന്നു കഴിഞ്ഞാൽ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരും. മെയിൻ റോഡ് സൈഡിൽ തന്നെയാണ്, മെട്രോ പില്ലറിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പൊ നമുക്ക് വണ്ടികളുടെ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ലോണിലൂടെ കേരളത്തിൽ എവിടെയും നമുക്ക് ലോണായിട്ട് കിട്ടും. അത് അധികം ഡോക്യുമെന്റേഷന്റെ ഒന്നും ആവശ്യമില്ല. സിബിൽ സ്കോർ ഉള്ളവരാണെങ്കിൽ ബാങ്ക് പാസ്ബുക്ക്, ആധാർ കാർഡ്, ഫോട്ടോയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതിയാവും. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് റെഡിയാക്കി. പിന്നെ വേറൊരു സംഭവം, ഈ ഷോറൂമിൽ നമുക്ക് സിബിൽ സ്കോർ കുറച്ച് കുറവാണെങ്കിൽ നമ്മൾ ലോണൊക്കെ സെറ്റ് ആയി കൊടുക്കും. അതെ, കുറച്ച് കുറവുണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ലാൻഡ് ടാക്സിന്റെ കോപ്പി, ചെക്ക് ലീഫ് ഒക്കെ ഉണ്ടെങ്കിൽ സിബിൽ സ്കോർ കുറവാണെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അതും ഉള്ള സൗകര്യം കൂടിയുണ്ട്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ വരിക, വണ്ടി എല്ലാം വന്ന് ഓടിച്ച് നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക. നമുക്ക് ഒരു വണ്ടി ഉണ്ട്, ലക്ഷദ്വീപിലേക്ക് ഒരു വണ്ടി കൊടുക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞ ലക്ഷദ്വീപിലേക്കുള്ള ഡെലിവറി. വെസ്പ 2014 മോഡല്. പുള്ളി എടുത്ത് ചോദിക്കാല്ലേ? പേര് സഫീറുള്ള. പേര് സഫീറുള്ള. ലക്ഷദ്വീപില. ഇവിടെ എവിടെ വർക്ക് ചെയ്യുന്നു? ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഉമ്മനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റൽ വന്നായിരുന്നു. ഉമ്മനെ കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റൽ വന്നപ്പോ വണ്ടിയായിട്ട് തിരിച്ചു പോകണം. അപ്പൊ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ. അതെ, ദീപ ഏതാണെന്ന് ചോദിച്ചേ. ദീപ ഏതാ? അമ്മിനി ദ്വീപാണ്. അമ്മിനി ദ്വീപിൽ നിന്ന് വന്ന് ദ്വീപിൽ കുറെ അധികം ആളുകൾ നമ്മുടെ അടുത്ത് വണ്ടി എടുക്കുന്നവരുണ്ട്. അപ്പൊ അതിനകത്ത് ഒരാളാണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോയിൽ നമുക്ക് ഭാഗ്യം കിട്ടി, പുള്ളിയുടെ ഫോട്ടോ എടുത്ത് വയ്ക്കാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി. അപ്പൊ എന്താണെങ്കിലും അമ്മിനി ദ്വീപിലാണ്. വെസ്റ്റ് സ്കൂട്ടറാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ എന്താണെങ്കിലും നമ്മളിപ്പോ ഡെലിവറി കൊടുക്കുവാണ്. അപ്പൊ ഞാൻ താക്കോൽ കൊടുക്കുന്നു, പേപ്പറുകൾ കൊടുക്കുന്നു. ഇനി NOC എടുത്ത് കൊടുക്കണം. NOC എടുത്ത് കൊടുക്കാനായിട്ട് ഏകദേശം ഒരു 2-3 മാസം ചിലപ്പോൾ എടുക്കും. പോലീസ് NOC എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് വണ്ടി കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും, അപ്പൊ ദ്വീപിലുള്ള എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. ഒരുപാട് ദ്വീപുകാർ നമുക്ക് വണ്ടി എടുക്കാവുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും വളരെ നന്ദി. നിങ്ങൾ വന്നതിന് വളരെ സന്തോഷം. അപ്പൊ ഡെലിവറി കഴിഞ്ഞു, ഇനിയും ഡെലിവറികൾ വരുന്നുണ്ട്. നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പൊ വണ്ടി വരച്ചപ്പെടാതെ ഗ്ലാൻസ ഏതാ മോഡല്? ഗ്രാസിയ 2018 മോഡൽ വണ്ടിയാണ്. നല്ല കണ്ടീഷൻ ആയിട്ടുള്ള വണ്ടിയാണ്. വണ്ടി നല്ല വണ്ടിയാണ്, നീറ്റ് വണ്ടി തന്നെയാണ്. സെക്കൻഡ് ഓണർ ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില 36,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. നമ്മൾ ചോദിക്കുന്ന വില 40 ആണ്. അജാസിന്റെ വീഡിയോ കണ്ടു വരുന്നവർക്ക് നമുക്കൊരു 36,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. മെട്രോയുടെ പണിയൊക്കെ തകർക്കേണ്ടോ? മെട്രോയുടെ പണി നമ്മുടെ മെട്രോ പില്ലർ നമ്പർ മാറ്റി പറയോ? പില്ലർ നമ്പർ മാറില്ല. പില്ലർ നമ്പർ തന്നെയായിരിക്കും. അടുത്തത് നല്ല പൊടി വരുന്നുണ്ട്. ഈ മെട്രോയുടെ പണി എടുക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും വണ്ടിയിൽ പൊടി കാണുന്നതാണ്. നമ്മൾ നിന്നിട്ടാണ്. അടുത്ത് 2018 മോഡൽ ആക്റ്റീവയാണ്. വണ്ടി ഫുള്ള് വർക്ക് കഴിഞ്ഞ വണ്ടിയാണ്. വണ്ടി കണ്ടാൽ തന്നെ അറിയാം, പുതുപുത്തൻ പോലത്തെ വണ്ടി തന്നെയാണ്. തിളങ്ങണ വണ്ടി, പുതുപുത്തൻ തിളങ്ങണ വണ്ടി എന്ന് വെച്ചാൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ലാത്ത അടിപൊളി വണ്ടിയാണ്. 2018 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 43,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടിയാണ്. അടുത്ത 2022 മോഡൽ ആക്റ്റീവയാണ്. നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് നമുക്ക് ഈ ആക്റ്റീവ കൊടുക്കാം. ഏകദേശം നമുക്കൊരു 15 രൂപയൊക്കെ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ മതി. ചെറിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വണ്ടികളുടെയൊക്കെ ഡൗൺ പേയ്മെന്റിനകത്ത് ചെറിയ വേരിയേഷൻ വന്നിട്ടുണ്ട്. ആദ്യം കുറച്ച് കൂടുതൽ പൈസ അടയ്ക്കണം എന്നുള്ളൊരു ഇതായിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ മാറി വരുമായിരിക്കും. ഇപ്പോൾ വരുന്നത് ഏകദേശം ഒരു 15 രൂപയോളം ആക്റ്റീവയ്ക്ക് അടക്കേണ്ടി വരും. ഇത് 2021 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 62,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. നല്ല പക്ക കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയാണ്. ആക്റ്റീവാണ്. ടയർ കാര്യങ്ങളെല്ലാം നല്ലതാണ്. ഇതാണ് നമുക്ക് ഏകദേശം ഒരു 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് കിട്ടും. നമ്മളിപ്പോൾ ഒരേ വണ്ടിയുടെയും റേറ്റ് 15 രൂപ അടയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൽ താഴെ ചിലപ്പോൾ നടന്നേക്കും. എന്തെങ്കിലും കാരണവശാലും നടക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഒരു 10 രൂപ അല്ലെങ്കിൽ 10 രൂപ പിടിച്ചിട്ട് വന്നപ്പോൾ ചിലപ്പോൾ പറ്റാതെ വരുക. പലർക്കും അങ്ങനെ പറ്റാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ കൂട്ടി പറയുന്നത്. അത് മനസ്സിലാക്കുക. 15 രൂപ വേണമെന്ന് പറയാനുള്ള കാരണം അതാണ്.
അടുത്ത 2019 മോഡൽ ആക്റ്റീവ, പിന്നെ കാർബേറ്റർ മോഡൽ വണ്ടിയാണ്. നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടിയുടെ വില ഈ നമുക്ക് ഏകദേശം ഒരു 52,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. ആക്റ്റീവ തന്നെ കുറെ വണ്ടികൾ, ആക്റ്റീവ ചാകരയുള്ള ഞാൻ പറയുന്നത് എല്ലാ കളർ വണ്ടികളും. 2023 മോഡൽ ആക്റ്റീവ ഉണ്ട്. 72,000 രൂപ വില വരുള്ളൂ. ഏകദേശം നമുക്കൊരു 15 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. വണ്ടി നല്ല നീറ്റാണ്. അടുത്ത 2021 മോഡൽ നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ആക്റ്റീവയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം നമുക്കൊരു 63,000 രൂപയ്ക്ക് കൊടുക്കാം. 63 രൂപയിൽ ഒരു 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം. 2021 മോഡൽ ആക്റ്റീവയാണ്. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ വില ഏകദേശം 62,000 രൂപയ്ക്ക് കൊടുക്കാം. 15 രൂപ അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും. അത് അടുത്ത 21 തന്നെ നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു 63,000 രൂപയ്ക്ക് കൊടുക്കാം. നമ്മൾ അജാസിന്റെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓഫറിലൂടെ ഏറ്റവും റേറ്റ് കുറച്ചാ പറഞ്ഞത്. നമ്മൾ ഇവിടെ വരുമ്പോൾ ചോദിക്കുന്ന വില 65, 68 ഒക്കെ ആവാം. അപ്പോൾ നിങ്ങൾ പറയണം അജാസിന്റെ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഈ പറഞ്ഞ വില 63,000 രൂപയ്ക്ക് ഈ വണ്ടി കിട്ടുള്ളൂ. അടുത്ത 2020 മോഡൽ വണ്ടിയാണ്. വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല പക്ക കണ്ടീഷൻ വണ്ടി. 2018 മോഡൽ ആക്റ്റീവ ആണ്. ഏകദേശം നമുക്കൊരു 43,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്തത് 2019 മോഡൽ ആക്റ്റീവ 42,000 രൂപയ്ക്ക് കൊടുക്കാം. യമഹയുടെ വണ്ടികളാണ്. യമഹയുടെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമഹയുടെ ഫാസിനോ മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ്. നമുക്ക് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ വണ്ടിയൊക്കെ ആണെങ്കിൽ 2022 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. 15 രൂപ അടച്ചു എടുക്കാം. 2022 ഹൈബ്രിഡ് വണ്ടിയാണ്. നമുക്ക് ഏകദേശം 68,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2023 മോഡൽ വണ്ടി 68,000 രൂപയ്ക്ക് കൊടുക്കാം. 2023 മോഡൽ വണ്ടി ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില ഒരു 70,000 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2022 ഹൈബ്രിഡ് വണ്ടി റേസർ ഡാർ എന്ന് പറഞ്ഞ മോഡലാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. അടുത്ത് 2023 വണ്ടിയാണ്. 70 രൂപയ്ക്ക് കൊടുക്കാം. ഇത് 2021 വണ്ടിയാണ്. വെറും 58 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ ആയിട്ടുള്ള റേസ് ഡാർ, നല്ല പക്ക കണ്ടീഷൻ വണ്ടി 58,000 രൂപയ്ക്ക് കൊടുക്കാം. 15 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണും കിട്ടും. അപ്പൊ ഈ ഇരിക്കുന്ന സ്കൂട്ടേഴ്സ് എല്ലാം നമുക്ക് ഏകദേശം ഒരു 15 രൂപ. എല്ലാ സ്കൂട്ടറുകളും കഴിഞ്ഞില്ല. ഇനി സ്കൂട്ടറുകൾ വരുന്നുണ്ട്. തരാൻ പറ്റൂട്ടോ. എല്ലാം നമുക്ക് തരാൻ പറ്റും. അപ്പൊ ഇന്നത്തെ രണ്ടാമത്തെ ഡെലിവറി ഞാൻ വന്നതിന് ശേഷം അല്ലേ? എത്രയാണ് പോയി വണ്ടി? 3-4 എണ്ണം രാവിലെ പോയിട്ടുണ്ടാവും. അപ്പോ ഇപ്പൊ ഇവിടെ എവിടെ മോനെ? സ്ഥലം എവിടെ? വടുതലയിലാണ്. അപ്പൊ അപ്രിലെ കണ്ട് ഇഷ്ടപ്പെട്ട് ഇത് തന്നെ എടുത്തേ. അപ്പൊ വിലയൊക്കെ കുറവല്ലേ? കുഴപ്പമില്ലല്ലോ. ഹാപ്പി അല്ലേ? നമുക്ക് സന്തോഷം കാണിക്കും. അപ്പൊ കൺഗ്രാജുലേഷൻസ്, ഹാപ്പി ജേണി. കൂട്ടുകാരാണോ? ഓക്കെ. അപ്പൊ ഇത് ഞാൻ താക്കോല് തരാം. എന്തായാലും പ്രാർത്ഥിച്ച് താക്കോല് വാങ്ങിച്ചോ. എന്തായാലും സന്തോഷമായിട്ടിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഓക്കെ, എടുത്തോ. പെട്രോൾ അടിക്കണം കേട്ടോ. പെട്രോൾ കുറവായിരിക്കും, അടിക്കണം. അപ്പൊ ഒരു 2023 എൻഡോർക്ക് അല്ലേ ഇത്? 2023 എൻഡോർക്കാണ്. 2023 എൻഡോർക്ക് നമുക്ക് ഏകദേശം 73,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. നീറ്റ് വണ്ടി തന്നെയാണ്. ഇവിടെ ഈ വണ്ടിയുണ്ട്. നമ്മൾക്ക് XL100 എല്ലാവരും അന്വേഷിക്കുന്നതാണ്. എല്ലാവരും അന്വേഷിക്കുന്ന വണ്ടിയാണ്. പിന്നെ അപൂർവങ്ങൾ കിട്ടുന്ന ഒരു വണ്ടിയാണ് XL100 എന്ന് പറഞ്ഞ മോഡൽ വണ്ടി. 2022 വണ്ടിയാണ്. നമുക്ക് ഏകദേശം 32,000 രൂപയ്ക്ക് കൊടുക്കാം. സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ ഉള്ള നീറ്റ് വണ്ടിയുണ്ട്. വണ്ടി നല്ല വണ്ടി തന്നെയാണ്. 2022 മോഡൽ വണ്ടിയാണ്. നമുക്കൊരു 67,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടിയാണ്. 67,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് പ്രീമിയം വണ്ടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലേക്ക് നമ്മൾ വരാം. അതുപോലെ നമുക്ക് വീഡിയോ സമയം ഉണ്ടെങ്കിൽ അതിലേക്ക് വരാം. പ്രീമിയം വണ്ടികളുണ്ട്. ഓക്കെ, അത് കാണിക്കാം. നമ്മുടെ മെയിൻ സംഭവം സ്കൂട്ടറാണോ? അതെ, നമ്മുടെ മെയിൻ സംഭവം സ്കൂട്ടറാണ്. 2021 മോഡൽ എൻഡോർക്കാണ്. നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടിയാണ്. സൂപ്പർ സ്ക്വാഡ് എന്ന് പറഞ്ഞ മോഡലാണ്. അതേപോലെ തന്നെ റേസ് എഡിഷൻ. അതേപോലെ തന്നെ 2023 മോഡൽ വണ്ടി 72,000 രൂപ. അതേപോലെ തന്നെ 2019 മോഡൽ എൻഡോർക്ക് ഇരിക്കുന്നുണ്ട്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. 19 മോഡൽ എൻഡോർക്ക് ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ഏകദേശം നമുക്കൊരു 50,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല വണ്ടി ഉണ്ടോ? നല്ല നീറ്റ് വണ്ടിയാണ്. 50,000 രൂപയ്ക്ക് കൊടുക്കാം. 2021 മോഡൽ എൻഡോർക്കാണ്. നമുക്കൊരു 65,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ അത് ഡിയോ ആണ്. നിങ്ങൾ വന്നാൽ മതി. നിങ്ങൾക്ക് ഏത് സ്കൂട്ടർ വേണമെങ്കിലും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും. നമുക്ക് ഏത് സ്കൂട്ടറുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഇവിടെ വന്നാൽ മതി. ഏത് വണ്ടിയാണെങ്കിലും വന്ന് ഓടിച്ച് നോക്കി പൂർണ്ണമായി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വണ്ടി എടുക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ വരിക. നിങ്ങൾ വിളിക്കാൻ നിൽക്കേണ്ട. വണ്ടികൾ എല്ലാത്തരം സ്കൂട്ടറുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ലോണും നമുക്ക് അറേഞ്ച് ചെയ്ത് തരാം. നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഞാനിവിടെ ഉണ്ട്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരാൻ പറ്റും. ഇത് 22 മോഡൽ ഡിയോ ആണ്. നമുക്ക് ഏകദേശം 68,000 രൂപയ്ക്ക് തരാം. 15 രൂപ. അതുപോലെ 21 മോഡൽ ഡിയോ ആണ്. നമുക്കൊരു 65,000 രൂപയാണ്. 64,000 രൂപയ്ക്കൊക്കെ തരാം. ഇത് 2022 മോഡലാണ്. 68,000 രൂപയ്ക്ക് തരാം.
അതേപോലെ തന്നെ 2023 മോഡൽ ഡിയോ ആണ്, നമുക്കൊരു 68,000 രൂപയ്ക്ക് തരാം. അതേപോലെ തന്നെ 2022 ആണ്, 68 രൂപയാണ് വില. അതേപോലെ തന്നെ 2021 മോഡൽ ഡിയോ ആണ്, 65,000 രൂപയ്ക്ക് തരാം. അതായത് ഇതൊക്കെയാണ് 65 രൂപ 60 രൂപയ്ക്ക് തരാം. 2021 മോഡൽ നല്ല വണ്ടിയാണ്, 60,000 രൂപയ്ക്ക് തരാം. ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റ് ഒക്കെ മാറ്റിയിരുന്നാലും വേറെ നമ്പർ പ്ലേറ്റ് ഒക്കെ വെച്ചിട്ട് തരുള്ളൂ. പുതുത്ത സാധനം വെക്കും. അതേപോലെ തന്നെ ജൂപ്പിറ്റർ 2019 മോഡൽ ജൂപ്പിറ്റർ ആണ്, നല്ല കണ്ടീഷൻ വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 50,000 രൂപയ്ക്ക് തരാം. TVS ജൂപ്പിറ്റർ ആണ്, മൈലേജ് ഉള്ള വണ്ടിയാണ്, നല്ല വണ്ടി തന്നെയാണ്. അതേപോലെ തന്നെ 2023 മോഡൽ TVS ജൂപ്പിറ്റർ 125 എന്ന് പറഞ്ഞ മോഡലാണ്. 125 ഈ വണ്ടിയാണെങ്കിലും 2023 വണ്ടിയാണ്. നമുക്ക് തരാൻ പറ്റുന്ന വില വെറും 68,000 രൂപയ്ക്ക് തരാം. 68,000 രൂപ കൊടുക്കാം. വണ്ടി റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ആംബുലൻസ്, മെട്രോയുടെ പണി, അങ്ങനെ കുറെ കോലാഹലങ്ങളുണ്ട്. ക്ഷമിക്കണം, അതുകൊണ്ട് ക്ഷമിക്കണം. ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ ഇതായിരിക്കണു 2018 മോഡൽ വണ്ടി വെറും 42,000 രൂപയ്ക്ക് തരാം. നല്ല പക്ക കണ്ടീഷൻ വണ്ടി. അതേപോലെ തന്നെ 2019 മോഡൽ ഫാസിനോ ഉണ്ട്, 44,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. അടുത്ത റേ ആണ് 2019 റേ ZR എന്ന് പറഞ്ഞ മോഡലാണ്. വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്കൊരു 10 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോണും കിട്ടും. 16,000 കിലോമീറ്റർ. അതേപോലെ തന്നെ അപ്രില 2019 മോഡൽ വണ്ടിയാണ്. വെറും 40,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ 2016 മോഡൽ ആക്ടിവ വെറും 32,000 രൂപയ്ക്ക് തരാം. നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണ്, ക്ലീൻ വണ്ടി തന്നെയാണ്. സ്കൂട്ടറിന്റെ കഴിഞ്ഞോ? സ്കൂട്ടറിന്റെ ഏകദേശം നമുക്ക് കഴിഞ്ഞു പറയാം. സ്കൂട്ടർ ഇനിയുണ്ട്, നമ്മൾ എല്ലാത്തിന്റെയും ഡീറ്റെയിൽസ് ഒക്കെ എടുക്കും. ഇനി നമുക്ക് ബൈക്കിലേക്ക് അടക്കം മൈലേജ് വണ്ടികളും ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്, ബുള്ളറ്റ് ഒക്കെ ഇരിപ്പുണ്ട്. വരാം, കാണിക്കാം. അടുത്തത് ജിക്സർ ആണ്. 2016 ജിക്സറ. എന്ത് വില കൊടുക്കും? 2016 ഈ ജിക്സർ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ഏകദേശം ഒരു 27,000 രൂപയ്ക്ക് കൊടുക്കാം. 27,000 രൂപ ജിക്സർ. പിന്നെ CT 2022 CT 110X ആണ്. ഇത് നല്ല ക്ലീൻ വണ്ടിയാണ്. വണ്ടിയുടെ ഹെഡ്ലൈറ്റിന്റെ വൈസർ മോഡൽ മാറ്റിയിട്ട് റൗണ്ട് മോഡൽ ആക്കിയേക്കണെയാണ്. ഈ വണ്ടിയാണെങ്കിൽ വെറും 48,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 53,000 കിലോമീറ്റർ. അടുത്ത പ്ലാറ്റിന 2024 പ്ലാറ്റിനയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് ഏകദേശം നമുക്കൊരു 58,000 രൂപയ്ക്ക് കൊടുക്കാം. 58,000 രൂപയ്ക്ക്. അതേപോലെ തന്നെ അപ്പാച്ചെ 2017 മോഡൽ 26,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ 2024 ഗ്ലാമർ ഉണ്ട്. 2024 ഗ്ലാമർ ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് 2024 നമുക്കൊരു 70,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ യൂണിക്കോൺ നമുക്ക് 2016 യൂണിക്കോൺ ആണ്. നമുക്കൊരു 40,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. വണ്ടി വന്ന് ഓടിച്ചു നോക്കിയിട്ട് എടുത്താൽ മതി. അതേപോലെ തന്നെ 2018 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 56,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ അപ്പാച്ചെ 2020 മോഡൽ അപ്പാച്ചയാണ്. ഏകദേശം നമുക്കൊരു 45,000 രൂപയ്ക്ക് കൊടുക്കാം. ലോണും കിട്ടും. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. അടുത്ത അത് NS ആണ്. NSന്റെ 125 ആണ്. 2021 മോഡൽ വണ്ടി വെറും 60,000 രൂപയ്ക്ക് കൊടുക്കാം. 15 രൂപ അടച്ച ലോൺ കിട്ടും. ഇത് NS NS 160 ആണ്. 2019 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഒരു 50,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. അതേപോലെ NS 2019 മോഡൽ ABS ഉള്ള NS 200 ആണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ഏകദേശം 70,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. ഏകദേശം ഒരു 15 രൂപ അടച്ച് ഞാൻ ലോണായിട്ട് എടുക്കാം. NS 200 2023 മോഡല 1,10 കൊടുക്കാം. 2023 ബൈക്കിന് മറ്റുള്ള മൈലേജ് വണ്ടികൾക്കൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10 രൂപ മതിയാവും. ഇതൊക്കെ ആണെങ്കിൽ ഒരു 15 രൂപ 20 രൂപ താഴെയുള്ള മതിയാവും. അതേപോലെ തന്നെ NSന്റെ 160 NSന്റെ P160 ഡബിൾ സ്പ്ലിറ്റ് സീറ്റ് വരുന്ന ഈ വണ്ടിയാണെങ്കിലും നമുക്ക് 2024 വണ്ടിയാ. വെറും 85,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി. 85,000. അതേപോലെ പൾസർ 150 2019 മോഡൽ വണ്ടി വെറും 50,000 രൂപയ്ക്ക് കൊടുക്കാം. 50,000 രൂപ നല്ല ക്ലീൻ പീസ് വണ്ടി. നല്ല വണ്ടി. അടുത്തൊക്കെ നമുക്ക് ഒരു 15 രൂപ അടച്ചാ. FC 2019 മോഡൽ FC ആണ്. നമുക്കൊരു 58,000 രൂപയ്ക്ക് കൊടുക്കാം. അതേപോലെ തന്നെ നല്ല 2020 മോഡൽ FC 64,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല പക്ക കണ്ടീഷൻ വണ്ടി. 64,000 രൂപ. വണ്ടി ഇരിക്കുന്നുണ്ട്. അത് ആക്ടിവ 2023 മോഡല് പുതിയ മോഡൽ വണ്ടി എന്ന് വെച്ചാൽ ഇലക്ട്രിക് സ്റ്റാർട്ട് മറ്റേ റിമോട്ടുള്ള വണ്ടിയാണ്. 2023-24 വണ്ടിയാണ്. പക്ക വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിലും റിമോട്ട് കൺട്രോൾ ഉള്ള ആക്റ്റീവ് ആണ്. ഇതാണെങ്കിലും നമുക്കൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. നല്ല പക്ക കണ്ടീഷൻ റിമോട്ടുള്ള വണ്ടി 75,000. അതേപോലെ തന്നെ FC 2017 മോഡൽ FC വെറും 40,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. വണ്ടി നല്ല വണ്ടിയാണ്. വെർഷൻ 2 എന്ന് പറഞ്ഞ മോഡലാണ്. വണ്ടി നല്ല വണ്ടി തന്നെയാണ്. ബാക്കിലെ വണ്ടികൾ പിന്നെ എല്ലാ വണ്ടികളും നമ്മുടെ വണ്ടികൾ കൊടുക്കാനുള്ള വണ്ടികളാണ്. പിന്നെ വാ, കുറഞ്ഞ ഗ്ലാമർ പാഷനല്ലേ ഇരിക്കണത്? കുറഞ്ഞ പാഷൻ എന്ത് വില കൊടുക്കും? കുറഞ്ഞ പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ പാഷന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വണ്ടി വില മോഡൽ കുറവാണെങ്കിലും ഇത് വണ്ടി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. വണ്ടിയുടെ എല്ലാ പാർട്സും പുതിയത് തന്നെയാണ്. ടയർ രണ്ടും പുതിയതാണ്. അതേപോലെ തന്നെ എല്ലാ പാർട്സും പുതിയതാണ്. ഇത് 2010 മോഡലാണ്.
റീടെസ്റ്റ് ഇന്ന് ചെയ്തതാണ്. അപ്പോൾ ഇനി 2030 വരെ പേപ്പറുണ്ട്. 2030 വരെ പേപ്പറുള്ള നല്ല പക്ക കണ്ടീഷൻ ആയിട്ടുള്ള ഈ വണ്ടി നമുക്കൊരു 28,000 രൂപയ്ക്ക് കൊടുക്കാം. 28,000 രൂപയ്ക്ക് കൊടുക്കാം. 28,000 രൂപ 5 വർഷം പേപ്പറുള്ള പാഷൻ പ്രോ ഇരിക്കുന്നുണ്ട്. 2010 മോഡൽ വണ്ടി നല്ല വണ്ടിയാണ്. ഒന്നും നോക്കാനില്ല, കാരണം ഇപ്പൊ ടെസ്റ്റ് കഴിഞ്ഞ വണ്ടി ആയതുകൊണ്ട് ഒന്നും നോക്കണ്ടല്ലോ. കഴിഞ്ഞുള്ളൂ. പുതിയ ടാക്സ്, ഇൻഷുറൻസ് എല്ലാം പുതിയതാണ്. 5 കൊല്ലത്തേക്ക് എല്ലാ പേപ്പറും ഒക്കെയാണ്. ഓക്കെ, പുതിയ ടയറാണ്. ഒന്നും പറയാനില്ല. ഇന്ന് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിക്ക് നമ്മൾ എന്ത് നോക്കാനാണ്? ഒന്നും നോക്കാനില്ല. ഇന്ന് എടുത്തുണ്ടേ കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. ദേവന്നൂർ 2025 മോഡല് സ്പ്ലെൻഡർ വണ്ടി, നല്ല ഷോറൂം കണ്ടീഷനിലായിട്ടുള്ള സ്പ്ലെൻഡർ നമുക്ക് വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. ഏകദേശം നമുക്കൊരു 15 രൂപ 20 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സ്പ്ലെൻഡർ പിന്നെ 2024 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 4,000 കിലോമീറ്റർ ആണ്. വണ്ടി നല്ല വണ്ടിയാണ്. ഇതിന് ലോൺ കിട്ടും. ഏകദേശം ഒരു 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും. വണ്ടിയുടെ വില വരുന്നത് ഏകദേശം 75,000 രൂപയ്ക്ക് 2024 വണ്ടി കൊടുക്കാം. 2024 വണ്ടിയാണ് 72,000 രൂപയ്ക്ക് കൊടുക്കാം. അത് 2023 വണ്ടിയാണ്, നമുക്കൊരു 62,000 രൂപയ്ക്ക് കൊടുക്കാം. 35,000 കിലോമീറ്റർ. അതേപോലെ തന്നെ 2024 മോഡൽ വണ്ടി 72,000 രൂപ. അതേപോലെ തന്നെ പാഷൻ പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പുതുപുത്തൻ വണ്ടിയാണ്. പുതുപുത്തൻ പാഷൻ പ്ലസ് ആണ്. ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം കിലോമീറ്റർ 5,000 കിലോമീറ്റർ വെറും 5,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഈ വണ്ടി നമുക്ക് വെറും 80,000 രൂപയ്ക്ക് കൊടുക്കാം. 80,000 രൂപയ്ക്ക് പുത്തൻ വണ്ടി. 5,000 കിലോമീറ്റർ ഷോറൂമിൽ നിന്ന് ഇറക്കി അതേ കണ്ടീഷനിൽ ഇരിക്കുന്ന ഈ പാഷൻ പ്ലസ് ആണ്. പാഷൻ പ്രോ അല്ല, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പാഷൻ പ്ലസ് ആണ്. വണ്ടി വ്യത്യാസമുണ്ട്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ വണ്ടിയല്ല, വ്യത്യാസമുണ്ട്, വിലയും വ്യത്യാസമുണ്ട്. ആ വണ്ടിയാണെങ്കിൽ 80,000 രൂപയാണ്. നമുക്കൊരു 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചു. ഇത് സെയിം തന്നെ പാഷൻ പ്ലസ് തന്നെ. 2025 എന്റെ വണ്ടിയാണ്. 2025 വണ്ടിയാണ്. ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 80,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി നല്ല പുതുപുത്തം പോലെ ഇരിക്കുന്ന വണ്ടികളാണ്. എല്ലാം കുറെ അധികം വണ്ടികളുണ്ട്. ഇനിയും നമുക്ക് വണ്ടികൾ കാണിച്ചു തരാം. കുറച്ച് പ്രീമിയം വണ്ടികളും അവിടെ ഇരിക്കുന്ന വണ്ടികൾ എങ്ങനെ, അതിന്റെ വണ്ടികളുടെ ഡീറ്റെയിൽസ് തരാം. അപ്പൊ അടുത്ത ഡെലിവറി മൂന്നാമത്തെ ഡെലിവറിയാണ്. അതിന് ശേഷം അതെ. ഇതിപ്പോ എങ്ങോട്ടാ വണ്ടി പോണത്? ഇത് വീട് എവിടെയാ? സൗത്ത് ജനതാ റോഡ് തൊട്ടടുത്ത് തന്നെയാ. പേരെന്താ? അഗസ്റ്റി. പേരെന്താ? വീഡിയോ കാണാറുണ്ടല്ലേ? പിന്നെ കണ്ടിട്ടുണ്ട്, കാണാറുണ്ട് ആൾക്കാരിങ്ങനെ. അപ്പൊ എങ്ങനെയുണ്ട്, വില കുറച്ച് വന്നിട്ടുണ്ടോ? ഓക്കെ. ഇവർക്ക് സിബിൽ സ്കോറിന്റെ എന്തോ സിബിൽ സ്കോർ കുറവായിരുന്നു, എങ്കിലും നമ്മൾ അത് റെഡിയാക്കി കൊടുത്തു. 2-3 ദിവസം കൊണ്ട് വണ്ടി കിട്ടി. നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ടല്ലോ സിബിൽ സ്കോർ കുറവാണെന്ന് കൊടുക്കുന്നത്. അപ്പൊ ചില ആൾക്കാർ കമന്റ് എടുത്തുണ്ട് വെറുതെ ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, അതെ ഇവർക്കൊക്കെ സിബിൽ സ്കോർ ചെറിയൊരു കുറവുണ്ടായിട്ട് നമ്മൾ വണ്ടി കൊടുത്തല്ലേ. ഹാപ്പിയാണ്, വില കുറച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, കുറച്ച് ഓക്കെ. അപ്പൊ ഹാപ്പി ജേണി, കൺഗ്രാജുലേഷൻസ് നടക്കട്ടെ. ഓക്കെ. മോന്റെ പേരെന്നാ? ഏബൽ. അപ്പൊ ഞാൻ ഏബലിന്റെ കയ്യിൽ കീ കൊടുക്കണു. ഏബല് ആ പപ്പയ്ക്ക് കൈമാറുന്നു അല്ലേ? ഏബലിന്റെ കയ്യിൽ കൊടുക്കണു, ഏബൽ പപ്പയ്ക്ക് കൊടുക്കും. ഓക്കെ, ഹാപ്പിയാണ്, എല്ലാവർക്കും സന്തോഷം. അപ്പൊ കുറച്ച് പ്രീമിയം വണ്ടികൾ, ബുള്ളറ്റുകളെല്ലാം നമുക്ക് കാണിക്കട്ടെ. അത് ഇരിക്കണു 2017 മോഡൽ ഇലക്ട്രയാണ്. 2017 മോഡൽ ഇലക്ട്ര, നല്ല പക്ക കണ്ടീഷൻ വണ്ടി. സെൽഫ് സ്റ്റാർട്ടർ, 50,000 കിലോമീറ്റർ, ഡിസ്ക് ബ്രേക്ക് എല്ലാം ഉള്ള. എന്ത് വില വരും? നമുക്കൊരു കുഴപ്പമില്ല, നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ്. നമുക്ക് ഈ വണ്ടിയാണെങ്കിൽ വെറും 82,000 രൂപയ്ക്ക് കൊടുക്കാം. വണ്ടി നല്ല വണ്ടിയാണ്. വണ്ടി വന്ന് ഓടിച്ചു നോക്കി. 2017 വണ്ടി കിട്ടോ? പിന്നെ ഫിനാൻസ് കിട്ടില്ല, ഉറപ്പായിട്ട് ഫിനാൻസ് കിട്ടും. അടുത്തത് ഈ R15 2021 മോഡൽ R15 നമുക്ക് 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. 1 ലക്ഷം രൂപയേ ഉള്ളൂ. ഏകദേശം ഒരു 15 രൂപ 20 രൂപ അടച്ച് 20 അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം. 2023-21 മോഡലാണ്. 75 രൂപ അല്ല 75 അല്ല, 1 ലക്ഷം രൂപ നമുക്ക് ഏകദേശം ഒരു 25 രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ ലോൺ ആയിട്ട് എടുക്കാം. ഡൊമിനാർ 2018 മോഡൽ ഡൊമിനാർ ആണ്. നമുക്ക് വെറും 85,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 400 നിർത്തിയിട്ടുണ്ടല്ലോ, പുതിയ വാർത്തയൊക്കെ ഞാൻ കണ്ടായിരുന്നു. ഇനി 350 cc-യിലേക്ക് അവർ മാറാൻ പോവുകയാണ്. ആ വില കൂടുതൽ വരുന്നുണ്ടല്ലോ, 350 cc-ക്ക് മേലെ വില വരുന്നത്. അപ്പൊ സെഗ്മെന്റ് വന്നുകൊണ്ട് ഇവരത് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇനി ഇറങ്ങാൻ പോണ പുതിയ വണ്ടികളൊക്കെ 350 cc-ക്ക് താഴേക്ക് വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഡിമാൻഡ് വരും ഭാവിയിൽ. ചിലപ്പോ വരാം. എന്താണെന്ന് അതിനെക്കുറിച്ച് എന്തെങ്കിലും കമന്റ് ഇട്ടോ, ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ഇട്ടോ. അതെ, അജാസിനാണ് അതിന്റെ കാര്യങ്ങൾ അറിയാവുള്ളൂ. എനിക്ക് വാർത്ത കണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പ്രീമിയം വണ്ടിയുടെ കൂടുതൽ ആ കാര്യമായിട്ടൊന്നും പ്രസക്തമായിട്ടൊന്നും പറഞ്ഞു. അതിന്റെ വില എത്ര? അതിന്റെ വില വെറും 85,000 രൂപ. നമുക്കൊരു 20 രൂപ അടച്ചു ലോൺ കിട്ടും. അടുത്തൊരു MT 2022 വണ്ടിയാണ്. 2022 MTയുടെ വില വളരെ വില കുറവാണ്. നമുക്ക് ഈ MTക്ക്
വെറും 1,20,000 രൂപയ്ക്ക് കൊടുക്കാം. ബജാസിന്റെ 2022 വണ്ടി 1,20,000 രൂപ. എക്സ്പൾസ് ആണെങ്കിൽ നല്ല വണ്ടിയാണ്. 2021 എക്സ്പൾസ് ആണ്. 2021 മോഡൽ എക്സ്പൾസ്. നമ്പർ പ്ലേറ്റ് ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാം ഫിറ്റ് ചെയ്ത് തരാം. നമ്പർ പ്ലേറ്റ് ഒക്കെ ചെറിയൊരു മങ്ങിയതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം റെഡിയാക്കി തരാം. നല്ല ക്ലീൻ വണ്ടിയാണ്. വന്ന് ഓടിച്ച് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം എടുത്താൽ മതി. ഈ വണ്ടിയുടെ വിലയാണെങ്കിൽ നമുക്ക് വെറും 85,000 രൂപയ്ക്ക് 2021 മോഡൽ എക്സ്പൾസ് തരാൻ പറ്റും. അടുത്തത് 220 ഇരിക്കുന്നുണ്ട്. 2017 മോഡൽ 220 ആണ്. നല്ല കണ്ടീഷൻ വണ്ടിയാണ്. വെറും 55,000 രൂപയ്ക്ക് തരാം. 2021 മോഡൽ വണ്ടിയാണ്. വെറും 90,000 രൂപയ്ക്ക് തരാം. അപ്പൊ ഈ വണ്ടികൾക്കൊക്കെ ലോൺ കിട്ടുന്ന വണ്ടികളാണ്. ലോൺ കിട്ടില്ലാത്ത വണ്ടി എല്ലാം ഇതിനാകുമ്പോൾ 55 വരുന്നത്. ഇതിനകത്താകുമ്പോൾ 90 രൂപയാണ് വരുന്നത്. ഏകദേശം ഒരു 15-20 അടച്ചു കഴിഞ്ഞാൽ ലോൺ കിട്ടും. അടുത്തത് 2023 വണ്ടിയാണ്. 1,10 കൊടുക്കാൻ പറ്റും. 1,10 കൊടുക്കാൻ പറ്റും. അടുത്ത് പിന്നെ ഹോണ്ടയുടെ ഷൈൻ SP എന്ന് പറഞ്ഞ മൈലേജ് ചാമ്പ്യൻ വണ്ടികളാണ്. ഇത് 2022 വണ്ടിയാണ്. നല്ല ക്ലീൻ വണ്ടിയാണ്. 22,000 കിലോമീറ്റർ ഓടിയിരിക്കുന്ന ഈ വണ്ടിയുടെ വില 2022 വണ്ടി നമുക്ക് ഏകദേശം 62,000 രൂപയ്ക്ക് കൊടുക്കാം. 2023 വണ്ടിയാണ്. നമുക്കൊരു 65 രൂപയ്ക്ക് കൊടുക്കാം. ഇതും 2023 വണ്ടിയാണ്. 65 കൊടുക്കാം. ഡൗൺ പേയ്മെന്റ് ഏകദേശം ഒരു 15 രൂപ അടച്ചാൽ മതിയാവും. 15 താഴെ മതിയാവും. അത് അടുത്ത് നല്ല ക്ലാസിക് ബുള്ളറ്റ് ആണ്. 2017 ക്ലാസിക് ബുള്ളറ്റ് ആണ്. ബജാസിന്റെ വീഡിയോ കണ്ടുവരുന്നവർക്ക് നമുക്കൊരു 95,000 രൂപയ്ക്ക് കൊടുക്കാം. 95-ന് 2017 മോഡൽ ക്ലാസിക് കൊടുക്കാം. 2015 മോഡൽ ക്ലാസിക് ബുള്ളറ്റ് ആണ്. നമുക്കൊരു 68,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. റെഡി ക്യാഷ് കൊടുക്കേണ്ട. ലോൺ ആവശ്യക്കാർക്കാണെങ്കിൽ ലോൺ കൊടുക്കാം. അടുത്ത 2016 മോഡൽ വണ്ടിയാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 68,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. അതേപോലെ തന്നെ തണ്ടർബേർഡ് 2018 മോഡൽ തണ്ടർബേർഡ് 350 ആണ്. തണ്ടർബേർഡ് X എന്ന് പറഞ്ഞ മോഡൽ ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് വരുന്നത് ഏകദേശം നമുക്കൊരു 82,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 82,000 രൂപയ്ക്ക് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ ഏകദേശം ബുള്ളറ്റ് ആണെങ്കിൽ 10 രൂപ 20 രൂപ മതിയാവൂലേ? ബുള്ളറ്റ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 20 രൂപ 25 രൂപ വേണ്ടി വരും. ഇപ്പോഴത്തെ ഫിനാൻസ് കമ്പനിയുടെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി കുറച്ച് പ്രീമിയം വണ്ടികളും കൂടി ഉണ്ട്. നമുക്ക് അങ്ങോട്ട് വരാം. അപ്പൊ ഇങ്ങോട്ട് വരുമ്പോൾ അവഞ്ചർ ഇരിക്കുന്നുണ്ടല്ലോ. അവഞ്ചറിന്റെ 150 സ്ട്രീറ്റും ഉണ്ട്. അവഞ്ചർ 150 സ്ട്രീറ്റ് ആണ്. 2016 വണ്ടിയാണ്. നമുക്ക് വെറും 27,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം. 2016 വണ്ടി വെറും 27,000 നല്ല ക്ലീൻ വണ്ടിയാണ്. അത് കൊടുക്കാൻ പറ്റും. ഇതാണെങ്കിൽ 2020 വണ്ടിയാണ്. 2020 വണ്ടിയാണ്. ഇതാണെങ്കിൽ നമുക്കൊരു 47,000 രൂപയ്ക്ക് ഈ വണ്ടി കൊടുക്കാം. നല്ല വണ്ടി 46,000 രൂപയ്ക്ക് കൊടുക്കാം. 46,000 രൂപയ്ക്ക് കൊടുക്കാം. നല്ല ക്ലീൻ വണ്ടി. എത്ര അടക്കേണ്ടി വരും? നമുക്ക് ഏകദേശം ഒരു 10 രൂപ 15 രൂപ അടച്ചു കഴിഞ്ഞാൽ ലോണും കിട്ടും. ഓക്കെ. അടുത്തത് ജിക്സർ. അത് ജിക്സർ ആണ്. ജിക്സറിന്റെ SF 2022 വണ്ടിയാണ്. 2022 വണ്ടിയാണ്. നമുക്ക് ഏകദേശം നമുക്കൊരു 82,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടി തന്നെയാണ്. 82,000. പിന്നെ വീണ്ടും ഇരിക്കുന്നുണ്ട്. 2024 വണ്ടിയാണ്. അത് വെറും 10,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. നല്ല ക്ലീൻ വണ്ടി തന്നെയാണ്. ഇത് 2024 ഈ വണ്ടിയാണെങ്കിൽ നമുക്കൊരു 90,000 രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും. 90,000 രൂപയ്ക്ക് കൊടുക്കാം. നമുക്ക് ഏകദേശം 10 രൂപ ഡൗൺ പേയ്മെന്റ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സാധാ ജിക്സർ ആണ്. അത് 2022 വണ്ടിയാണ്. ഏകദേശം നമുക്കൊരു 67,000 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. 10 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ച് എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇന്നിപ്പോ ഇത്രയും വണ്ടികളേ ഉള്ളൂ. ഇത്രയും വണ്ടികൾ എന്ന് വെച്ചാൽ ഇത്രയും വണ്ടികൾ ഉണ്ടല്ലോ. അതെ, ഇപ്പം നമ്മുടെ ഈ മെട്രോയുടെ വർക്കും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് നമ്മുടെ ഓഫീസ് കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പിന്നെ മെട്രോയുടെ പില്ലർ നമ്പർ 551 ആണ്. കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും. 551 ആണ്. 551 ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ അവിടെ ലാലേട്ടന്റെ പടം ഉണ്ട്. ലാൻഡ്മാർക്കിൽ ലാലേട്ടന്റെ പടം ഉണ്ട്. അതെ, അവർക്ക് പ്രൊമോഷൻ ആയി പോയത്. അതെ. നമ്മുടെ ലൊക്കേഷനാണ് കാണുന്നത്. ഇതാണ് ഇവിടെ പുതിയ മെട്രോയുടെ പണി നടക്കല്ലേ? വർക്ക് കാക്കനാട് മെട്രോടാ. അത് കാക്കനാടേക്ക് പോകുന്നു. വരൂല്ലേ? പിന്നെ ഇനി വരും. അടുത്ത മെട്രോ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളാണ്. കണ്ടുപിടിക്കലും കുറച്ച് പ്രശ്നങ്ങളാണ്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ നേരിട്ട് വന്ന് വരിക. അപ്പൊ എറണാകുളത്ത് തന്നെയാണ്. ഞാൻ പറഞ്ഞിരുന്നു, പല പ്രാവശ്യം പറഞ്ഞിരുന്നത് എറണാകുളത്താണ്. കല്ലൂർ സ്റ്റേഡിയത്തിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. മെട്രോയുടെ പില്ലർ നമ്പർ 551 ആണ്. ഇന്ന് കളിയുണ്ട്. മഞ്ഞപ്പിള്ളേരൊക്കെ കുറെ നടക്കുന്നുണ്ട്. അങ്ങോട്ട് മാറി കഴിഞ്ഞാൽ കാണിച്ചു തരായിരുന്നു. പക്ഷെ ഇവിടെ പണി എടുക്കുന്നതുകൊണ്ട് എല്ലാവരും പോകാമെന്ന്. അതെ. നമ്മൾ ഒരുപാട് പേര് അജാസിന്റെ വീഡിയോ കണ്ടു വരുന്നുണ്ട്. നമ്മൾ മാക്സിമം പിന്നെ ഒരുപാട് പേര് വണ്ടി വാങ്ങാനും കാണുന്നതിനും എല്ലാത്തിനും വരുന്നുണ്ട്. എല്ലാവർക്കും വളരെ നന്ദിയുണ്ട്. എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവരും വരിക. നമുക്ക് പറ്റുന്നതാണെങ്കിൽ വണ്ടി എടുക്കാം. മാക്സിമം വിലയും കാര്യങ്ങളും വിട്ടുവീഴ്ചകളും നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. പിന്നെ നമ്മൾ ഇവിടുന്ന് പേര് മാറി തരും. നിങ്ങളുടെ അഡ്രസ്സിലേക്ക് പേര് മാറിയിട്ടാണ് വണ്ടി തരുന്നത്. നിങ്ങളുടെ വണ്ടി വിൽക്കാനാണെങ്കിലും അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി മാറി വാങ്ങുന്നതിനും എല്ലാത്തിനും നമുക്കിവിടെ സൗകര്യമുണ്ട്. കയ്യിലൊരു വണ്ടിയുണ്ട്, അത് മാറി കൊടുത്തിട്ട് വേറെ വണ്ടി വാങ്ങണം. അതല്ല വണ്ടി വിൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ പേര് മാറാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഞങ്ങളുടെ
നിങ്ങളൊരു വണ്ടി തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ സമയത്ത് തന്നെ ഞങ്ങൾ ആ ഓതറൈസ്ഡ് ഡീലർ ആയതുകൊണ്ട് നമ്മുടെ പേരിലേക്ക് മാറ്റിയിടാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഓഫീസും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫിനാൻസിന്റെ എക്സിക്യൂട്ടീവുകളാണെങ്കിലും ഇവിടെ എല്ലാ സമയത്തും ബൈക്ക് ബസാർ ഇപ്പോൾ IDFC ഉണ്ട്, സുപ്ര ഫിനാൻസ് ഉണ്ട്, അങ്ങനെ പല ഫിനാൻസുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ വന്ന് വരിക, വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തരാം, കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സൺഡേ തുറക്കാറില്ല. രാവിലെ ഒരു 10:30 മുതൽ വൈകിട്ട് 7 മണി വരെയാണ് വർക്കിംഗ് ടൈം. അപ്പോൾ എല്ലാവർക്കും വരുന്നവർക്കും ഇനി വരാനുള്ള എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. പിന്നെ ഞാൻ ഈ ഞങ്ങൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. ഇത്രയും കാര്യങ്ങളുള്ളൂ. അടുത്ത വീഡിയോ കാണാം. നാസറിക്ക ഒരു ബൈ കൊടുത്തേക്ക്. ഓക്കെ, ബൈ.